ഓർക്കെ പോരാ മംഗളായിട്ട് ആണോ? ക്ലാരിറ്റി ഇല്ല. പഴയ സിനിമ ആയതുകൊണ്ടായിരിക്കും. എന്നാലും പണ്ടത്തെ ഇത് ഫുള്ള് ഗ്രേൻസും കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ ഓഡിയോ റീമാസ്റ്റർ ആയിട്ടില്ല. ഇത് റീമാസ്റ്റർ അല്ല, വലിച്ചു കിട്ടി ക്വാളിറ്റി ഇടയ്ക്ക് കൂടി ഇടയ്ക്ക് ബ്രേക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 37 വർഷം മുമ്പുള്ള മൂവി ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഹാർഡ് കോർ മമ്മൂട്ടി ഫാനായിരുന്നു. മമ്മൂട്ടി മരിച്ചപ്പോൾ എനിക്ക് അന്ന് ആ ഒരു 6 വയസ്സ് 7 വയസ്സ് കാരണം ബിലീവ് ചെയ്യാൻ പറ്റിയില്ല മമ്മൂട്ടി മരിക്കുന്നുള്ള ആ ഒരു സീൻ. പിന്നെ അത് കാണാൻ ഭയങ്കര ഒരു പുതിയ സിനിമ കണ്ട ഫീലൊക്കെ തന്നെ ഉണ്ടോ? അതില്ല, പക്ഷെ നമുക്ക് ആ ഇമോഷൻസ് ഉണ്ടായിരുന്ന സീൻ അത് പിന്നെ മദർ സൺ സീൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ഇളയരാജ സോ ജസ്റ്റ് ആ സുന്ദരി കണ്ട ആ സോങ്ങിന്റെ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. ബാക്കി ഓർക്കെ പോരാ മംഗളായിട്ട് ആണോ? ക്ലാരിറ്റി ഇല്ല. പഴയ സിനിമ ആയതുകൊണ്ടായിരിക്കും. എന്നാലും പഴയത് കാണാൻ നല്ല ഹൃദയമായിരുന്നു. അത്ര ഇതിലില്ല. ഭയങ്കര മംഗൾ ആണോ? ഇരുട്ടി കിടക്കണം. ഇത് സൗണ്ട് ക്വാളിറ്റി അല്ലേ വ്യത്യാസം? സൗണ്ടേ ഇല്ല. ഇല്ല. ക്ലാരിറ്റി ഇല്ല. ഓക്കെ. പടം ഓക്കെ. പഴയ ത്രില്ലിങ് ഇതിലില്ല. ക്ലാരിറ്റി ഒത്തിരി മംഗളായിട്ട് ഇരിക്കുന്നു ഫുള്ളായി. ഞാൻ ഫസ്റ്റ് ടൈമാണ് പടം കണ്ടത്. ഫസ്റ്റ് ടൈം ആണോ? ഇഷ്ടമാണ്. ഇന്നൊരു പടം കണ്ടിട്ടേ ഇല്ല. ഓക്കെ. കുഴപ്പമില്ല, കൊള്ളാം. കുറെ ഇപ്പോഴത്തെ കുറെ വെച്ച് നോക്കിയപ്പോ സെന്റ് ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് പാസ് സെന്റിയൊക്കെ ഇപ്പൊ ഞാൻ ഫ്രഷായിട്ട് ഞാൻ ഇന്ന് കണ്ടിട്ടില്ല. ആയോ ആ പാട്ട് ചെയ്യാനാണ് വന്നത്. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇത് ഫുള്ള് ഗ്രേൻസും കാര്യങ്ങളൊക്കെ പിന്നെ ഓഡിയോ റീമാസ്റ്റർ ആയിട്ടില്ല. ഇത് റീമാസ്റ്റർ അല്ല, വലിച്ചു കിട്ടി കൊള്ളാം. പല പടങ്ങളും ഇറങ്ങിയ ഒരു പടങ്ങളുണ്ട്, അതായത് പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, ഇപ്പോഴത്തെ 2024 കാണുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പാസം അത് ഇത് ഒരു പിന്നെ എപ്പോഴും ഈ നൻപൻ ആ ഒരു ഇതുപോലെ ഇപ്പോഴത്തെ ഇത് കാണുമ്പോഴേ പടം പണ്ട് കണ്ട അതേ ഫീലിംഗിലുണ്ടായിരുന്നു. കുറച്ച് 7 മിനിറ്റ് അടുപ്പിച്ചൊന്നും കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മെയിൻ സീക്വൻസ് കട്ട് ചെയ്ത പോലെ തോന്നുന്നു. പക്ഷെ കൊള്ളാം. ശരിക്കും ആ ടി വി തന്നെ കണ്ടത് മുമ്പ് ടി വി തന്നെ കണ്ട? ആ ടി വിയിൽ കണ്ടിട്ടുണ്ട്. OTT ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. OTT അല്ല, ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഇടയ്ക്ക് കൂടി ഇടയ്ക്ക് ബ്രേക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 37 വർഷം മുമ്പുള്ള മൂവി ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ആക്ച്വലി. ഒരുപാട് ദൂരം റിലീസിൽ കാത്തിരിക്കുന്ന മൂവീസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു മൂവിയായിരുന്നു തലപൊലി. പെട്ടെന്ന് ലൈക്ക് വേണ്ടത്ര റീച്ച് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്കാണെന്നോണ് ഇതുപോലും വന്ന OTT ബുക്കിംഗ് പ്ലാറ്റ്ഫോംസിൽ അധികമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. നോർമലി ഇറങ്ങുന്ന ഒരു റീ റിലീസ് മൂവിയുടെ അത്ര ഹൈപ്പും കിട്ടിയിട്ടില്ല. ആൾക്കാർ കുറവായിരുന്നു. പക്ഷെ ടൈം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടിരിക്കാൻ തോന്നുന്നു. എനിക്കൊന്ന് 6 വയസ്സായിരുന്നു. തിയേറ്റർ അന്ന് ഏരീസ് അല്ലായിരുന്നു, SL തിയേറ്റർ ആയിരുന്നു. ഹൗസ് ഫുള്ളായതുകൊണ്ട് സ്റ്റീൽ കസേരയിലിരുന്ന് അച്ഛനമ്മയോട് ഇരുന്ന് കണ്ട സിനിമയാണ്. അന്ന് ഒരു ഹാർഡ് കോർ മമ്മൂട്ടി ഫാനായിരുന്നു. മമ്മൂട്ടി മരിച്ചപ്പോൾ എനിക്ക് അന്ന് ആ ഒരു 6 വയസ്സ് 7 വയസ്സ് കാരണം ബിലീവ് ചെയ്യാൻ പറ്റിയില്ല മമ്മൂട്ടി മരിക്കുന്നുള്ള ആ ഒരു സീൻ. അപ്പോൾ ആ ഒരു മെമ്മറീസ് ഒക്കെ ഉണ്ട്. പാട്ടുണ്ട്. രജനീകാന്ത് ഫാൻ അല്ലായിരുന്നു ഞാൻ. അന്ന് ഞാനൊരു ഹാർഡ് കോർ കമൽഹാസൻ ഫാനായിരുന്നു. ഈ സിനിമ കണ്ടിട്ടാണ് എനിക്ക് രജനീകാന്തിനോട് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. എഗെയിൻ അന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി മരിച്ച സീൻ വരുമ്പോൾ നോർത്ത് ഓഫ് കേരളയിൽ സ്ക്രീൻസ് ഒക്കെ കത്തിച്ചെന്നുള്ള കാര്യം. അത് എത്രത്തോളം ട്രൂ ആണോ എന്നാണ് അറിഞ്ഞൂടാ. ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഒരു 6 വയസ്സ് 7 വയസ്സുകാരന് അന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം മുതിർന്നതായ അന്നത്തെ ഫാൻസിനൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്ത് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ദാറ്റ് വാസ് വളരെ ഡിസാർട്ടിങ് ആയിട്ടുള്ള കാര്യം. പിന്നെ മണിരത്നം മറ്റേ ഡയറക്ടർ ഏസ് ഇത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ എടുത്തു പറഞ്ഞ സന്തോഷ് ശിവന്റെ സിനിമാറ്റോഗ്രഫിയാണ്. ഒരു ജാപ്പനീസ് എഫക്റ്റ് ഉണ്ട് ഈ സിനിമയിൽ കംപ്ലീറ്റ്ലി. ആ കുറോസോവയുടെ ആ ടങ്സ്റ്റൺ ഗ്രേഡിങ്ങും മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത സൗണ്ട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഡിസപ്പോയിന്റിങ് എന്താണെന്ന് വെച്ചാൽ ഇത് 4K റീമാസ്റ്റർ ചെയ്ത് വന്ന് ഞാൻ അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് 4K കാണാമെന്ന് വെച്ചാൽ. ഫസ്റ്റ് ഹാഫിലുള്ള എഡിറ്റ്സും റീമാസ്റ്ററിംഗ് ഒക്കെ ഭയങ്കര മോശമായി. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ വളരെ നല്ലതായിരുന്നു. അത് എന്തുകൊണ്ടത് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ആവശ്യമില്ലാത്ത പഴയതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് പഴയ സിനിമകളുടെ ഭാഗങ്ങളൊക്കെ കയറി വന്നു. അപ്പം അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ ടൈംലെസ് ക്ലാസിക്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക റൈറ്റ് പോലും എനിക്കില്ല. ഇവിടെയാണ് 4K കറക്റ്റ് ഇത് കിട്ടും. റീമാസ്റ്ററിംഗ് ഷുഡ് ഹാവ് ബീൻ ബെറ്റർ. ആൻഡ് മറക്കരുത്, ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ സ്റ്റാർ. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. സോ യാ, திரும்பி மீண்டும் பார்க்கும் எப்படி இருக்கு தியேட்டர்ல? நல்லா இருக்கும். பழைய நாஸ்டால்ஜிக் நல்லா இருக்கும். பேக்ரவுண்ட் எல்லாமே நல்லா இருக்கும். ஃபர்ஸ்ட் டைம் தியேட்டர்ல பாக்குறீங்க? இது ஃபர்ஸ்ட் டைம். டிவில எவ்வளவு வாட்டி பாத்தீங்க? டிவிடி 2-3 வாட்டி பார்த்தேன். ஃபர்ஸ்ட் டைம். தேட்டர் எக்ஸ்பீரியன்ஸ் நல்லா இருக்கும். 4K எப்படி இருக்கு?
ആ നല്ല അടിപൊളിയായിരുന്നു ബ്രോ. പക്ഷേ റീമാസ്റ്ററും വലിയതായിട്ട് തോന്നിയില്ല. നല്ല ക്ലിയർ ഉണ്ടായിരുന്നു, വലിയായിട്ട് എത്തിയിട്ടില്ല, പക്ഷെ ഇഷ്ടപ്പെട്ടു. ശരിക്കും 4K എന്ന് പറഞ്ഞാൽ പറ്റിപ്പായിരുന്നു. കാരണം 4K എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പലരും. ചെറിയ അത്രയ്ക്കും ഫോർക്കായിട്ട് തോന്നിയില്ല, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെ TV കണ്ടിട്ടുണ്ടോ അതോ കണ്ടിട്ടുണ്ട്. തിയേറ്റർ ഫസ്റ്റ് ടൈം ആണോ? നല്ല എന്നുണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ RP രസമുണ്ട്. എങ്ങനെയുണ്ടാ മ്യൂസിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ? ഒരു മ്യൂസിക് സൗണ്ട് നേരം ഇല്ലായിരുന്നു. പഴയ പ്രിന്റ് ഇല്ലേ റീമാസ്റ്റർ ചെയ്തപ്പോൾ പോയിട്ടുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞ് തിയേറ്റർ അറിഞ്ഞപ്പോൾ അച്ഛൻ്റെ സമയം കണ്ടപ്പോൾ സൗണ്ട് ക്വാളിറ്റി ബാക്കി പിക്ചർ ക്വാളിറ്റി ചെയ്യണം. സൗണ്ട് ക്വാളിറ്റി എല്ലാം മോശമാണെന്നല്ല, കൊള്ളാം. സോങ്സ് വന്നപ്പോൾ